നമസ്കാരം. ഈ ദിവസം ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ന്യൂസ് ലഞ്ച് തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും CMRLനും നോട്ടീസ്. ഹൈക്കോടതി നടപടി മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് മാത്യു കുഴൽനാടൻ. കോൺഗ്രസ് വയനാട് കുടുംബസ്വത്ത് ആക്കാനുള്ള ശ്രമത്തിലെന്ന് V മുരളീധരൻ. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു. ഇത്രയും കുടുംബാധിപത്യം ഉള്ള ഒരു പാർട്ടി ഭൂലോകത്തില്ലെന്നും K സുരേന്ദ്രൻ. രാജ്യത്ത് ആദ്യമായല്ല ഒരു നേതാവ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ആരെയും വഞ്ചിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക വിജയിക്കുമെന്നും സതീശൻ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ്. പരാജയത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. വോട്ടുകൾ ചോർന്നത് അന്വേഷിക്കണമെന്നും ആവശ്യം. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്രത്തിനും NTA-ക്കും സുപ്രീം കോടതി നോട്ടീസ്. ചെറിയ വീഴ്ചകൾ പോലും അംഗീകരിക്കാൻ ആവില്ല. പരീക്ഷയ്ക്കായി ഉദ്യോഗാർത്ഥികൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും ഇത് വിധികർത്താക്കൾക്ക് ബോധ്യമുണ്ടാകണമെന്നും കോടതി. അടുത്ത ബന്ധുവിൽ നിന്ന് ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വൈപ്പിനിൽ മർദ്ദനമേറ്റ വനിതാ ഓട്ടോ ഡ്രൈവർ. സജീഷ് നേരത്തെയും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറിയവരെ മുമ്പ് പരിചയമില്ലെന്നും ജയ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുമ്പിലെ അലൈൻമെന്റ് മാറ്റണമെന്ന് കൊടുമൺ പഞ്ചായത്ത്. വിവാദ സ്ഥലത്തെ ഓട നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാനും നിർദ്ദേശം. പൊതുമരാമത്ത് മന്ത്രിയുമായി നാളെ ചർച്ച. മധുക്കരയിൽ മലയാളി സംഘത്തെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് പാലക്കാട് സ്വദേശി വിഷ്ണു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 5. +1 പ്രവേശന പ്രതിസന്ധിയിൽ കോഴിക്കോട് RDD ഓഫീസിലേക്ക് KSU പ്രതിഷേധം. പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികളും പങ്കെടുത്തു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്ന 300ഓളം പേർക്ക് ഛർദിയും വയറിളക്കവും. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധ. ഫ്ളാറ്റിലെ വാട്ടർ ടാങ്ക് വെള്ളത്തിൽ E. കോളി സാന്നിധ്യമെന്ന സംശയം. തൃക്കാക്കര MLA ഉമാ തോമസും നഗരസഭാ കൗൺസിലർമാരും ഫ്ളാറ്റ് സന്ദർശിക്കും. DMOയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര അവയവക്കടത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു NIA. അവയവക്കടത്തിന്റെ മറവിൽ മനുഷ്യക്കടത്തും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. മനുഷ്യക്കടത്ത് മുഖ്യ സൂത്രധാരൻ മധുവിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാൻ CBIക്ക് പോലീസിന്റെ അപേക്ഷ. പത്തനംതിട്ടയിൽ ബാറിന് പുറത്ത് കൂട്ടയടി. ഹെൽമറ്റ് ഉപയോഗിച്ച് 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചു. ബാറിനുള്ളിലെ തർക്കമാണ് അടിയിൽ കലാശിച്ചത്. സംഭവം ഇന്നലെ രാത്രി KSRTC സ്റ്റാൻഡിന് സമീപം. ജനതാദൾ S നിർണായക യോഗം ഇന്ന്. പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകും. തീരുമാനം CPM കർശന നിലപാട് സ്വീകരിച്ചതോടെ.
CPM സംസ്ഥാന സമിതി യോഗം തുടരുന്നു. 3 ദിവസത്തെ യോഗം വ്യാഴാഴ്ച അവസാനിക്കും. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ചർച്ച. ദേവസ്വം SC/ST പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ ഇന്ന് രാജിവെക്കും. മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജി മുഖ്യമന്ത്രിക്കും MLA സ്ഥാനത്ത് നിന്നുള്ള രാജി സ്പീക്കർക്കും നൽകും. സ്ഥാനമൊഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതിനെ തുടർന്ന്. തൃശൂർ DCCക്ക് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ച യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്ത്. പോസ്റ്റർ ഒട്ടിച്ചത് പുലർച്ചെ 1 മണിയോടെ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാക്കൾ. പ്രതാപൻ RSS സംഘപരിവാർ ഏജന്റ് എന്നും പോസ്റ്ററിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ കടത്തിയ സ്വർണം പിടികൂടി. സ്വർണം സിലിണ്ടർ ആകൃതിയിലുള്ള സ്പീക്കറിനുള്ളിൽ. റിയാദിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്ന് പിടിച്ചത് 1350 ഗ്രാം സ്വർണം. കൊച്ചിയിൽ നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് കൂട്ടത്തോടെ ഡെങ്കിപ്പനി. കളമശ്ശേരി മുനിസിപ്പാലിറ്റി സൂപ്രണ്ട് അടക്കം 6 ഉദ്യോഗസ്ഥർക്ക് രോഗം. കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആദിത്യയുടെ ആത്മഹത്യയിൽ സുഹൃത്തിനെ പ്രതി ചേർക്കാനൊരുങ്ങി പോലീസ്. സാമൂഹിക മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ പങ്കില്ലെന്ന് സുഹൃത്തിന്റെ മൊഴി. തൃശൂരിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി നവജാത ശിശു മരിച്ചു. മരിച്ചത് വടക്കാഞ്ചേരി സ്വദേശികളുടെ കുഞ്ഞ്. 72 ദിവസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. കുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനകം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. കായംകുളത്ത് സഹോദരന്റെ കുത്തേറ്റ് യുവാവ് മരിച്ചു. മരിച്ചത് കായംകുളം കുറ്റിത്തെരുവ് സ്വദേശി സാദിഖ്. സഹോദരൻ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് അത്തോളിയിൽ പലചരക്ക് കടയിൽ മദ്യവിൽപ്പന. വ്യാപാരിയായ കൊളക്കാട് സ്വദേശി അറസ്റ്റിൽ. മദ്യവിൽപ്പന കുപ്പിയിൽ അടയാളം വെച്ച്. കോന്നി കൂടൽ നെടുമൺകാവ് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടി തകർത്തു. സംഭവം ഇന്ന് പുലർച്ചെ. കുരിശടിയുടെ ചില്ല് അടിച്ചു തകർത്ത സമീപവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുത്ത ബന്ധുവിൽ നിന്ന് ആക്രമണമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് കൊച്ചി ഞാറക്കലിൽ മർദ്ദനമേറ്റ വനിതാ ഓട്ടോ ഡ്രൈവർ സജീഷ് നേരത്തെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് 1 വർഷമായി സജീഷുമായി മിണ്ടാറില്ലായിരുന്നുവെന്നും ജയ. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി പോലീസ് ഇന്ന് ഹാജരാക്കിയേക്കും. മലപ്പുറം നാടുകാണി ചുരത്തിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. ചുരത്തിലുണ്ടായിരുന്ന കാറ് കാട്ടാന ആക്രമിച്ചു. പ്രദേശത്ത് കുട്ടിയാന ഉൾപ്പെടെ 4 ആനകൾ.